ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു ഈസി മാത്സ്. എല്ലാവർക്കും ഈസി മാത്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട മകളെ, ഒരുപാട് ദിവസമായി നിങ്ങൾക്ക് വീഡിയോ ഒക്കെ തന്നിട്ട് വളരെയധികം സങ്കടം എനിക്ക് ആ കാര്യത്തിലുണ്ട്. പല തിരക്കുകളായിട്ടാണ്. തിരക്കുകൾ എന്ന് പറഞ്ഞാൽ +2 കുട്ടികൾക്കും SSLC കുട്ടികൾക്കും ഒരേപോലെ ലൈവാണ് വരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഞാൻ സൈലം SSLCയും സൈലം +2 യൂട്യൂബ് ചാനലൊക്കെ ആദ്യം തന്നെ ക്ഷണിക്കുകയാണ്. അവിടെ എല്ലാ ലൈവുകളും ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം നിങ്ങൾ നോക്കിയാൽ കാണാം 12:40 കേട്ടോ, പുലർച്ചെ 12:40 അപ്പൊ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുള്ളൂ. ലൈവൊക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിങ്ങളുടെ ലൈവുകളൊക്കെ കഴിഞ്ഞ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇത്തവണ A+ന്റെ എണ്ണം കൂടുതൽ വെച്ചാൽ അതിന് പ്രധാനമായിട്ട് ഒറ്റ റീസൺ ആണുള്ളത്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ എയിം ആയിട്ടുള്ള നിങ്ങൾക്ക് ഫുൾ A+ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ എനിക്ക് ഈ കാണുന്ന ചാനൽ 100K എത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റുള്ളൂ. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് 6 ദിവസമാണ്. ഒരു പക്ഷേ ഇത്രയും കാലത്തിനിടയിൽ ഇത്ര ദിവസം ഒരു സബ്ജക്റ്റിന് പോലും ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് എല്ലാ പ്രാവശ്യവും കിട്ടുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ദിവസം പഠിക്കാൻ അവസരം ഉണ്ടായത് കൊണ്ട് തന്നെ പല കുട്ടികളും പഠിക്കുന്ന മൂഡിലാണ്. അതുകൊണ്ട് ഇത്തവണത്തെ എക്സാമിന് ഒട്ടുമിക്ക കുട്ടികൾക്കും A+ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളൊക്കെ കൊടുക്കുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും മികച്ചതാണ്. അത്രയധികം ചോദ്യങ്ങളാണ് ഓരോ കുട്ടിയും ചെയ്ത് പഠിക്കുന്നത്. ഇനി ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത കുട്ടികളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഐഡിയ ഇല്ലാത്ത ആളുകളോടാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ആദ്യം ഇപ്പൊ ഈ വീഡിയോ കണ്ടത് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൈലം SSLC എന്ന യൂട്യൂബ് ചാനൽ എടുത്തതിന് ശേഷം അതിൽ ഞാൻ നിങ്ങൾക്ക് വരക്കാനുള്ളൊരു ചോദ്യം ഇട്ടിട്ടുണ്ട്. ആ വരക്കാനുള്ള ചോദ്യം ആദ്യം ചെയ്ത് പഠിക്കുക. ഏകദേശം 1.1 lakh ആണ് അതിന്റെ വ്യൂസ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്ത് പഠിക്കുക. 100% ഒരു 10 മുതൽ 15 മാർക്ക് വരെ അതിലുണ്ടാവും. അത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക, അത് വരച്ച് പഠിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ SSLC 2025 മാത്സ് ഓൾ ഇക്വേഷൻ ഇൻ 1 വീഡിയോ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ആണ്. ഏകദേശം 1,70,000 കുട്ടികൾ കണ്ട വീഡിയോ ആണ്. അത് 45 മിനിറ്റുള്ള വീഡിയോ ആണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ ഇക്വേഷനും പറയുന്നത്. പല കുട്ടികൾക്കുള്ള പ്രശ്നമാണ് ഇക്വേഷൻ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നറിയില്ല, എവിടെ അപ്ലൈ ചെയ്യണം എന്നറിയില്ല എന്നുള്ള ആളുകൾ. അപ്പൊ അത്തരം കുട്ടികൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. അതുകൊണ്ട് പിന്നെ സോളിഡ്സിന്റെ ഒക്കെ ഇക്വേഷൻ അറിയാത്ത ആളുകൾക്ക് ട്രിക്കും അതിൽ പറയുന്നുണ്ട്, അതൊന്ന് പോയി കാണുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾക്ക് സമയം ഉണ്ട് എങ്കിൽ, നിങ്ങൾ ഇതുവരെ ലൈവ് ഒന്നും കാണാത്ത കുട്ടികളാണെങ്കിൽ എനിക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ലൈവ് ആദ്യം കാണുക. ശേഷം 4 മാർക്കിന്റെ, ഇനി 5, 6 മാർക്കിന്റെ കാണുക. അതാണ് ഞാനൊരു നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റൊരു രീതിയിലാണ് പഠിക്കേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആണ് പഠിക്കേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ഏത് ചാപ്റ്റർ ആണോ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ടാൻജൻസ് അല്ലെങ്കിൽ സർക്കിൾസ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അരിത്മെറ്റിക് സീക്വൻസ് ഏതാണോ നിങ്ങൾക്ക് മലയാളത്തിൽ അടിക്കുക കേട്ടോ. അരിത്മെറ്റിക് സീക്വൻസ് ഫുൾ ചാപ്റ്റർ റിവിഷൻ സൈലം SSLC സീക്വൻസ് ഫുൾ ചാപ്റ്റർ റിവിഷൻ സൈലം SSLC എന്ന് പറയുന്ന, നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണോ ടഫ് ആയിട്ട് തോന്നുന്നത് അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിന്റെ കമന്റ് പോയതിനു ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണാം. നിങ്ങൾക്ക് കമന്റിൽ നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കാണുന്ന വീഡിയോ കാണാം. അങ്ങനെ നിങ്ങൾക്ക് ആ ഓരോ ചാപ്റ്ററും പഠിക്കാം. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ടതിന് ശേഷമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ മാക്സിമം ചോദ്യങ്ങൾ ചെയ്താൽ പറ്റും. അപ്പം നമുക്ക് മൊത്തം 6 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ കുറെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് പഠിക്കുക. ഈ ഒരു 3 ദിവസം നിങ്ങൾ അത്രയും അടിപൊളിയാക്കി മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. സോ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾ ദ ബെസ്റ്റ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് ഫ്രം ഈസ് കിളി പോയിട്ടാണ്. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.